ഹലോ ഗൈസ്, അങ്ങനെ 6 മാസത്തിന് ശേഷം തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. വെക്കേഷൻ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾ സ്പെഷ്യൽ ട്രെയിനാണ് പോകുന്നത്. സാധാരണ ഞങ്ങൾ ശബരി എക്സ്പ്രസ്സിലാണ് പോകാറ്. അതാകുമ്പോൾ 12:30 ആകുമ്പോൾ സിക്കന്ദരാബാദ് സ്റ്റേഷനിലെത്തും. ക്രിസ്മസ് ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ്സൊക്കെ നേരത്തെ തീർന്നു. അങ്ങനെ IRTC നോക്കിയിരുന്ന് കിട്ടിയതാണ് സ്പെഷ്യൽ ട്രെയിൻ. 12:30 സിക്കന്ദരാബാദിലെത്തി ഫുഡും കഴിച്ച് ഫുഡ് കാണുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ മറക്കും. കഴിച്ച് കഴിയാറായപ്പോഴാണ് ഓർത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഗൗതമി പറയുന്നത് നമുക്ക് ചാർമിനാർ പോയാലോ എന്ന്. അങ്ങനെ ബാഗൊക്കെ ഹോട്ടലിൽ ഏൽപ്പിച്ചു ഒറ്റ മൈൻഡിൽ ഞങ്ങൾ ചാർമിനാർ ബസ്സിൽ കയറി. ആ കാണുന്ന സ്റ്റാച്യു ഇല്ലേ, അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അങ്ങനെ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അങ്ങനെ ഫൈനലി ചാർമിനാർ എത്തി. ഏകദേശം 3 മണിക്കായി അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ചാർമിനാർ ചുറ്റും കുറേ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ചുറ്റും എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ട്രെയിൻ 6:50 പരിചയമില്ലാത്ത സ്റ്റേഷനിലായതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ പോകണമായിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള മോസ്കിലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല. കുറേ ടൈം അവിടെ വേസ്റ്റാക്കി കളയാതെ ജസ്റ്റ് എല്ലായിടും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ഞങ്ങൾ വരാൻ നേരം കരിമ്പൻ ജ്യൂസും കുടിച്ച് അവിടുത്തെ ഫേമസ് മലായി ഷോപ്പായിട്ടുള്ള ഷോപ്പിൽ കയറി. അവിടെ വെറൈറ്റീസ് ഓഫ് മലായിസ് ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഷഹദൂദ് മലായി, മൽബറിയുടെ മലായിയാണ്, അങ്ങനെ അതും വാങ്ങിച്ച് തിരിച്ചു വന്നു. മലായിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പാടയാണ്. പിന്നെ അതിനകത്ത് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ ആദ്യം ഇത് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു പുളിപ്പായിരുന്നു. പിന്നെ കഴിച്ചു വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി സിക്കന്ദരാബാദിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തെലങ്കാന രക്തസാക്ഷി സ്മാരകമായ അമരദ്വീപം. സിക്കന്ദരാബാദ് എത്തി. അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡും വാങ്ങിച്ച് ഞങ്ങൾ ഓട്ടോയിൽ സ്റ്റേഷനിലോട്ടെത്തി. അപ്പോൾ ഇതാണ് മൗലാലി സ്റ്റേഷൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ട്രെയിൻ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കുകയാണ്. കുറേ നേരം കാത്തിരുന്ന് മടുത്തു. അവസാനം 9:30 ആയപ്പോഴാണ് ട്രെയിൻ എത്തിയത്. ട്രെയിനിൽ കയറി രാത്രി പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു. അങ്ങനെ രാവിലെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമൂസയും കൊണ്ട് ഒരാൾ വരുന്നത് കണ്ട. അങ്ങനെ ഞങ്ങൾ സമൂസയും വാങ്ങിച്ചു, ചായയും വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. രാത്രിയായപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ബോറടിച്ചിട്ട് മെർലിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ മെർലിൻ്റെ അടുത്തോട്ട് പോയപ്പോഴാണ് അവിടെ ഭയങ്കര വൈബ്. സ്വാമിമാരൊക്കെ ചേർന്ന് പാട്ടോ ഡാൻസോ ഭയങ്കര പരിപാടികളൊക്കെയാണ്. പാലക്കാട് എത്തിയപ്പോൾ മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. പിന്നെ നേഹയും മെർലിനും സിന്ധിയൊക്കെ ഇറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റേഷനെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.